നമ്മുടെ നാടിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നല്ല തോതിലുള്ള പിന്നോക്കാവസ്ഥയുണ്ടായിരുന്നു. ആ പിന്നോക്കാവസ്ഥ മാറ്റാനുള്ള ശക്തമായ ഇടപെടലാണ് സർക്കാർ നടത്തിയത്. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുമല്ലോ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഭാഗമായി കിഫ്ബിയെ ശാക്തീകരിച്ച് ഉപയോഗപ്പെടുത്തുന്ന നിലയാണുണ്ടായത്. അതിൻ്റെ ഫലമായി സംഭവിച്ചെന്താ? ഈ പശ്ചാത്തല സൗകര്യ വികസനത്തിലുണ്ടായ കുറവ് നല്ല തോതിൽ പരിഹരിക്കാനായി. ഇപ്പോൾ കിഫ്ബിയെക്കുറിച്ച് ആകാശകുസുമം, മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം എന്നെല്ലാം നേരത്തെ ആക്ഷേപിച്ചവരുടെ കൺമുന്നിൽ തന്നെ അതൊന്നുമല്ല യാഥാർത്ഥ്യമായി എന്നത് കിഫ്ബി തെളിയിച്ച കാര്യമാണ്. ഇപ്പോൾ നാടിൻ്റെ അതിജീവനത്തിൻ്റെയും വികസനത്തിൻ്റെയും പര്യായമായി കിഫ്ബി മാറി എന്നതാണ് നമ്മുടെ പ്രത്യേകത. ഇപ്പോൾ കിഫ്ബിയുടെ പേരിലാണ് സർക്കാരിന് മുകളിൽ ചിലർ കുതിര കയറാൻ പുറപ്പെടുന്നത്. വേറെ ചിലർ ED, ഇൻകം ടാക്സ്, CAG ഇങ്ങനെയുള്ള പല റഡാറുകളും കിഫ്ബിയിലേക്ക് തിരിച്ചു വച്ചിരിക്കുകയാണ്. പക്ഷേ എത്ര തപ്പിയിട്ടും ഒന്നും കിട്ടുന്നില്ല. ഇത് കഴിഞ്ഞ 4 നൂറ്റാണ്ടായി നമ്മുടെ കേരളത്തിൽ ഉള്ള ഒരു സംവിധാനമാണ് കിഫ്ബി. വിവിധ കാരണങ്ങൾ കൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ഈ സ്ഥാപനം രൂപം കൊടുത്തതിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ തുടക്കത്തിൽ നേടാൻ കഴിഞ്ഞിരുന്നില്ല. 2016 കിഫ്ബി ഭേദഗതി ആക്ട് വഴി അതിനെ ശാക്തീകരിക്കുന്നത്. അന്ന് വിശദമായി ചർച്ച ചെയ്ത് അംഗീകരിച്ച നിയമസഭ അംഗീകരിച്ചതായിരുന്നു ആ ഭേദഗതി. കിഫ്ബി അതിനെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഭംഗിയായി നിറവേറ്റിയെന്നതാണ് നമുക്ക് കാണാൻ കഴിയുക. ഈ ഭംഗിയായി കാര്യങ്ങൾ നിറവേറ്റിയപ്പോൾ ചിലർക്ക് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടായി എന്ന് കാണാൻ പറ്റും. ഇപ്പോൾ സംസ്ഥാനത്താകെയുള്ള സർക്കാർ സ്കൂളുകൾ, ആശുപത്രികൾ ഇതെല്ലാം നല്ല രീതിയിൽ ലോക നിലവാരത്തിലേക്ക് ഉയരുന്ന അവസ്ഥയാണുണ്ടായത്. അപ്പോൾ ഇതൊന്നും സംഭവിച്ചുകൂടാന്ന് ചിന്തിക്കുന്നവർക്ക് ഇരിക്കപ്പൊറുതിയില്ലാത്ത അവസ്ഥ വന്നു. എന്നാൽ നാം സ്വീകരിച്ച സമീപനം എന്താ? വികസന പ്രവർത്തനങ്ങൾക്ക് ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ ഉള്ള ഭേദമുണ്ടായില്ല. ഇപ്പോൾ കിഫ്ബിയുടെ വികസന പദ്ധതികൾ ഇല്ലാത്ത ഏതെങ്കിലും ഒരു നിയമസഭാ മണ്ഡലം ചൂണ്ടിക്കാണിക്കാൻ ആർക്കെങ്കിലും കഴിയോ? പലരും ആ പ്രവർത്തനങ്ങളെ സ്വന്തം നേട്ടമാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് നാട് കണ്ടതാണല്ലോ. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് മലയോര തീരദേശ ഹൈവേകൾ, ജലവിതരണ പദ്ധതികൾ ഇതെല്ലാം സമാനതകളില്ലാത്ത രീതിയിലാണ് വികസന
രംഗത്ത് കുതിപ്പുണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ പല ഏജൻസികളെയും ഇറക്കി ഇത്തരം വികസന പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ യാഥാർത്ഥ്യമായപ്പോൾ വരട്ടാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അപ്പം അന്ന് നമ്മുടെ കേരളത്തിൽ ധനമന്ത്രിയായിരുന്ന സഖാവ് തോമസ് ഐസക്കിനെതിരെ കിഫ്ബി ഇപ്പോൾ ചില നോട്ടീസുകൾ അയക്കുന്ന നിലപാടെടുത്തിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഉള്ള ആളുകൾക്ക് മാത്രമല്ല, രാജ്യത്തുള്ള എല്ലാവർക്കും അറിയാം കിഫ്ബിയുടെ പ്രവർത്തനം സ്വതന്ത്ര അംഗങ്ങൾ ഉൾപ്പെടെയുള്ള കിഫ്ബി ബോർഡാണ് നേതൃത്വം കൊടുത്ത് നടത്തുന്നത്. അത് സുതാര്യമായ തീരുമാനങ്ങളാണ് സാമ്പത്തിക കാര്യങ്ങളിൽ കൈക്കൊള്ളുന്നത്. ഇത് തോമസ് ഐസക്കോ മറ്റേതെങ്കിലും വ്യക്തിയോ ഈ തീരുമാനങ്ങൾ വ്യക്തിപരമായി എടുക്കുന്നതല്ല. അത് പ്രൊഫഷണലുകൾ, സാമ്പത്തിക വിദഗ്ധർ അടക്കമുള്ള കിഫ്ബി ബോർഡാണ് ആ തീരുമാനം എടുക്കുന്നത്. കിഫ്ബിയുടെ ധനകാര്യ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്ന സുശക്തമായ സംവിധാനങ്ങൾ നിലവിലുണ്ട്. അതും എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതൊന്നൊരു രഹസ്യമായ കാര്യമല്ലല്ലോ. അപ്പോൾ ഇതൊന്നും അറിയാത്തത് കൊണ്ടല്ല, ഒന്ന് ശ്രമിച്ചു നോക്കുകയാണ്, ഒരു കളി കളിച്ചു നോക്കുകയാണ്. എന്തോ ഉണ്ടെന്ന തെറ്റിദ്ധാരണ പൊതുസമൂഹത്തിൽ പരത്താൻ പറ്റുമോ, അതിനുള്ള ശ്രമമാണ് നടത്തുന്നത്. അപ്പോൾ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണ് ഇതിനെല്ലാം പിന്നിലുള്ളത് എന്ന് നാം കാണണം. ഇത്തരം പ്രവൃത്തികൾക്ക് പ്രതിപക്ഷം വലിയ തോതിൽ കേന്ദ്ര ഏജൻസികളെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇത് സംസ്ഥാനത്തെ ഒറ്റുകൊടുക്കുന്നതിന് തുല്യമായ നടപടിയാണ്.